ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ അമ്മനെ പ്രാങ്ക് ചെയ്യാൻ വിചാരിക്കട്ടോ. നമ്മളൊരു ചക്കപ്പായസത്തിന് വേണ്ടിയിട്ട് പ്രാങ്ക് ഇവൻ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ചക്കപ്പായസം ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലും. ഇവിടെയൊക്കെ ഇങ്ങനെ മാർക്സൊക്കെ വെച്ച് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണ്. അമ്മ 6 മണിക്ക് വർക്ക് കഴിഞ്ഞിട്ട് വരും. സോ ഈ പ്ലാൻ മൊത്തം സുമചേസിന്റെ ആണ്. ഫ്ലോപ്പ് ആവോ ഹിറ്റ് ആവോ എന്നറിയില്ല. സോ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ വീഡിയോയിലേക്ക് പോവാം. എന്ത് ലൂസില്ലേ മെന്റല് ഇരിക്കണ്ടേ നീ പൊക്കോ എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഒന്നുമേ ഉണ്ടായില്ല. അമ്മ വരട്ടെ സുചേച്ചി, വന്നിട്ട് കാണണ്ടേ? അമ്മ വരട്ടെ. അല്ല മനസ്സിലായി. ഇങ്ങനെ തല്ലുന്നതിന് കൂടെ ഞാൻ ഇരിക്കാന്ന് ചേച്ചി പറയുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് നീ പറ, ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ ഞാൻ പോകും. എന്ത് പറഞ്ഞു കൊടുത്തോന്ന് പറയുന്നത്? അമ്മ നോക്കിട്ട് എന്റെ മുഖത്തൊക്കെ ചോരയാണ് എന്നെ പിടിച്ച് തല്ലിയിട്ട്. എന്നെ തല്ലിയതാണ്. ഞാൻ എന്നെ ഇരിക്കില്ല. മഴനെ കൊണ്ട് ഈ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടല്ലോ. ഞാൻ ദിവസം തന്നിരിക്കുന്നു. ഉറപ്പാണ് ചക്ക പൈസ ഉണ്ടാക്കുന്ന റീസൺ ആണ് നിനക്ക്? അതൊരു റീസൺ ആണോ? അതൊരു റീസൺ ആണ്. എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എന്തിനു സൗണ്ട് കമ്മിയാക്കണ ആവശ്യം? ഇത്ര തല്ലും ഇത്ര നേരം തല്ലും നിനക്ക് സൗണ്ട് കമ്മിയാക്കണമെന്നുണ്ടായിരുന്നില്ലേ? വെച്ചിരിക്കുകയായിരുന്നു അമ്മ. അപ്പോഴാണ് ഇവനിങ്ങനെയൊക്കെ കാണിച്ചത്. അമ്മ ചക്കപ്പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി ഈ ചക്കപ്പായസം ഉണ്ടാക്കുന്ന ഒരു റീസൺ ആണ് അമ്മ. അപ്പൊ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഫസ്റ്റ് ചോദിക്കാൻ പറയാൻ ആരില്ല വിചാരിച്ച ഞാൻ എന്റെ വീട്ടിലേക്ക് പോവല്ലേ? നിനക്ക് ഇവിടെ ഞാൻ ഇരിക്കണമല്ലോ. ഞാൻ എന്റെ കൂടെ നിൽക്കണോണ്ട് തന്നെയാണ് അപ്പൂസ് പ്രശ്നം. നിൽക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്നെ ഈ പിടിച്ച് തല്ലുമ്പോ ചേച്ചി കണ്ടില്ല? ആ ചേച്ചിക്ക് വരെ തല്ലിയിടാൻ വന്നത്.
ഞാൻ തല്ലിട്ടൊന്നുമില്ല. ഇപ്പൊ തന്നില്ലേ അമ്മ? എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത് അങ്ങനെ? തല്ലാണ്ട് തല്ലി തല്ലി വരുന്നത് കാണാൻ നല്ല താല്പര്യം. നീ എന്ത് കാണിക്കരുത്. തമാശ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറുതൽ കൊടുക്കും ഞാൻ കേട്ടാ. മിണ്ടാതിരുന്നോ? തോന്നിയ വർഷം കാണിച്ചാലോ ഇങ്ങനെ എല്ലാ കുടുംബജീവിതം എൻ്റെ അടുത്ത് ഞാൻ അതാ പറഞ്ഞത്. കുടുംബജീവിതം പറഞ്ഞപ്പോ നല്ല ശരണം ചെയ്തവരെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ മനസ്സിലായോ? പൈസ ചോദിച്ചില്ല, അവര് മനസ്സിലാവുന്നുണ്ടാ? ഫസ്റ്റ് കണ്ടില്ലേ? ഇതിനു വേണ്ടി ഒരു വരക്കെടുത്ത കാര്യേ ഇല്ല ഇവിടെ. ഒരു ചക്ക പായസം ഇതൊക്കെ കൂട്ടം തന്നെ. ദേഷ്യം വന്നാൽ അച്ഛൻ്റെ കൊടുക്കണം. അത് പിടിച്ച് ഒന്നിട്ടാണ് അത് ഇങ്ങനെ മൂക്കിക്കൂടെയൊക്കെ ചോര വന്നമ്മ. அடங்கப்பா இது உலக நடிப்புடா சாமி. അതിന്റെ ഉള്ളൂ. മൂക്കിക്കൂടെയൊക്കെ ചോര വന്ന് നോക്കുമ്മ. എന്താ ഇത് തമാശ കളിക്കുന്നത് തന്നെ? ഇത് തമാശ കളിയാണോ? ഞാൻ തല്ലിട്ട് ഉള്ളൂ. ഇപ്പൊ അവിടെ ഇപ്പൊ നീ സംസാരിക്കേണ്ട അവിടെ ഇതിന്റെ പാട് നോക്കിട്ട് എന്നത് വിളിച്ച് പറയും വഴക്കാവും പ്രശ്നമാണ്. ഇതാണ് ഇങ്ങനെ തല്ലുന്നതിനോട് എങ്ങനെയൊന്നും എനിക്ക് അമ്മ പറ. അമ്മ പറയില്ല പോ. ഇങ്ങനെ തല്ലിയിട്ട് ഇങ്ങനെ ഈ ഇനി അവൻ തല്ലില്ല. ചെയ്യില്ല. ഇനി അവൻ ചെയ്യില്ല. അമ്മയെ പറയുന്നു. ഇനി ചെയ്ത് എന്റെ അമ്മ വലിക്കുക. അപ്പൊ നിന്റെ വായ മൂടി മിണ്ടാതിരുന്നോ? അതെ, ഞാൻ സഹിക്കാം. ചക്ക പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞ നീ എന്നെ ഈ പിടിച്ച് തരുക ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചക്ക പായസത്തിന്റെ വിഷയമാണ്. അപ്പൊ ഉണ്ടാക്കി നീ പറയും കുട്ടിയായിട്ട് വന്ന് വിളിച്ചിട്ട് പോകണ്ടായിരുന്നു. എന്തിനോ പണിക്ക് വിളിച്ചിട്ട് പോകണ്ടായിരുന്നു. അന്നേ വിളിച്ചു തുടങ്ങിയില്ല. എന്താണ് നിനക്ക്? അപ്പൊ തമാശ കളിച്ചാണ്ടല്ലോ ഞാന്. തമാശ കളിച്ച എന്റെ പിള്ളേരെന്താ ഉപദേശിച്ച് എന്താ ഉദ്ദേശിച്ചത്? ഡെയിലി പെണ്ണുങ്ങൾ കൂട്ടുകാരൻ മരുമോ ഇവിടുത്തെ പങ്കപ്പെടുത്തിയ എനിക്കറിയില്ലമ്മ. ആരെ കുട്ടിക്ക് പോയിരുന്നു കണ്ടിട്ടില്ലല്ലോ. ആരെ വിളിച്ചു പോയിരുന്നേ? എന്തിനു വിളിച്ചു പോയത്? എന്തിനു വിളിച്ചു പോയത്? പറഞ്ഞത് എന്തിനു വിളിച്ചിട്ട് പോയത്? പോണതോ എന്തോ ആണെങ്കിലോ ഇതിന്റെ ഉള്ളിൽ ഇവിടെ തല്ലോട് ഈ വെട്ടിവശം കണ്ടതിന്റെ പോരട്ടാൻ തന്നെ തിരിപ്പിച്ചു. മനസ്സിൽ ആലോചിച്ച് നീ കളിച്ചത് നീ പഠിച്ചുകൊണ്ടൊന്ന് കുട്ടികളെ തലേനൊടുക്കുന്നല്ലോ. അവൾക്ക് എന്ത് പറഞ്ഞു? ചക്കപ്പായസം വെച്ചില്ല. എന്താണ് അതിന് കുഴപ്പം? എന്താണ് വെച്ചില്ലാത്ത ശരി. ഒരു ദിവസം നമ്മൾ താഴ്ന്നിട്ട് ചക്ക വലിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. അത് വെക്കാൻ എന്തെന്താ നീ ഇങ്ങനെ ഉണ്ടാവുന്നത്? ഹോസ്പിറ്റലിൽ പോകണം. നോക്ക് നല്ല വേദന. എന്താ നീ സൗന്ദര്യം കണ്ടിട്ട് എന്താ അവിടെ പോയിട്ടില്ലട്ടോ. നീ എന്താ ദേഷ്യം നീ എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നത്? പറയിപ്പിക്കാൻ നീ തന്നെ സമാധാനത്തിലായ ജീവിതം ഇല്ലാണ്ടാക്കുന്നു. നീ എന്നെ വീട്ടിൽ വെച്ചാൽ ഇടവെച്ചാലുണ്ടല്ലോ. നീ എന്താ ചെയ്തത്? എന്റെ വഴിക്ക് ഞാൻ മനസ്സിൽ നിന്നെ ഞാൻ നോക്കിയിരിക്കില്ല. പിന്നെ എന്റെ മക്കളാന്ന് പറഞ്ഞ് എന്റെ മക്കളെ ഞാൻ നോക്കിയിരിക്കുന്നത് എന്റെ കടമ. തോന്നിയാസം ഇവിടെ കാണിച്ചിട്ടില്ലേ നീ ഒറ്റയായി ആലോചിച്ച് നീ കളിച്ചു. അവള് പഠിക്കാൻ വേണ്ടി വന്നാണമ്മ. നേരെ നീ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് പ്രാന്തായതുണ്ട്. അത് ചക്ക പായസത്തിന്റെ ഒരൊറ്റ ഏതൊരു വേറൊരു ഏതും കൂടിയില്ലല്ലോ. വേറെന്തെങ്കിലും കാര്യമുണ്ടോ? ചോപ്പച്ചിന് എന്താക്കൂ അവിടെ ഇരിക്കട്ട. ചക്ക പായസം വേണം. വെള്ളം വാങ്ങിച്ചു പോ. ഞാൻ വെച്ച് തരാം. നീ പോ. പക്ഷെ ഇവിടെ കൂട്ടവും കൂടിയും ചണ്ടയും വാങ്ങാം. ഞാൻ പൊക്കോളാം. ഇതെന്താണ്? ഇതെന്താ ഇത്? അവൾ പോയിട്ട് വന്നിട്ടാണ് അമ്മ ഇങ്ങനെ കാണിക്കുന്നത്. ചക്കച്ചോളം പറിച്ചില്ലാവർക്കും എന്താ നീ പറിക്കാത്തവർക്ക് എന്നും പല്ലിയമ്മ. അപ്പൊ ഞാൻ വെറുതെ തമാശക്ക് ചെയ്യണമെന്ന് ഞാൻ ചേച്ചി ഒന്നും വേണ്ടിയില്ല. തമാശക്ക് എല്ലാം മിണ്ടാതിരുന്നു. ചക്കപ്പായസം ഉണ്ടാക്കുമ്പോൾ കുറിച്ച് പറഞ്ഞു അമ്മ. എന്താണത്? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് എന്താ ഇതിന്റെ അർത്ഥം? ഇങ്ങനെ പോയ കുടുംബജീവിതം നിന്റെ കാലാവും കേട്ടാ. പറഞ്ഞില്ലെന്ന് ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുന്നോണ്ടല്ലേ നിനക്ക് ഇത്രയും ഇരിക്കുന്നോണ്ടാണ് അമ്മ നോക്കുമ്പോ ഇരിക്കുന്നോണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ പോയിരിക്കട്ടെ. അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ മകള്
അത് വെറുതെ പറയാൻ ദേശത്തിൽ പറയാനൊന്നും നീ കാര്യത്തില്ല. അപ്പൊ ഇന്ന് നീ എന്നെ അടിച്ചു ഞാനുണ്ടല്ലോ എന്റെ വീട്ടിൽ ഞാൻ ഉറപ്പായി കൂട്ടി വരും നിനക്ക് ആരെല്ലാം ചോദിക്കാനും പറയാൻ ആളില്ല എന്നുള്ളത് എന്നോട് ചോദിക്കാനും പറയാൻ ആളില്ല എന്നുള്ളത് വായി മൂടിയിട്ടിരിക്കും. അല്ല ഇപ്പൊ കണ്ണു എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഞാൻ അറിവ് കുടിക്കില്ല കൈ പിടി, കൈ പിടി. നിനക്ക് അറിയാൻ ആദ്യം തന്നാ നീ അതുപോലെ നിൽക്കുന്നു ഇതെന്നെ നീ തങ്കത്തോട് കണ്ടു നീ വല്ല കഴിച്ചാ പിന്നെ നീ അവിടെ പോയി കഴിച്ചിട്ടും പഠിച്ചിട്ടും എന്താ ചെയ്യുന്നത്? എന്താ ഇതിന് അർത്ഥം എന്താണ്? വായി കണ്ടില്ല അമ്മ. വായി വായി ചപ്പായത്തിന്റെ കാര്യം പറയുമ്പോ അമ്മ ഞാൻ ഇതുവരെ ഒന്നുമേ പറഞ്ഞിട്ടില്ല അമ്മ ഇപ്പൊ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്നെ ഇത്ര കളിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി പറയാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണ എന്നെ നീ ഇങ്ങനെ തല്ലുമ്പോ ഞാൻ ഇരിക്കില്ല എന്റെ കൂടെ ഇരിക്കില്ല ഞാൻ അപ്പൂസ നിന്റെ ജീവിതം നാളെ വെളുക്കൂട്ടാണ് ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീ കാണിച്ചു ഇതിനേക്കാളും നല്ല ആളാണ്. കുറ്റിച്ചോര് മടക്കം ആക്കരുത്. അതെ അതിനേക്കാളും നല്ല തല എനിക്കും ചേച്ചി അതന്നെ നല്ലത് ഇതിനേക്കാളും നല്ല തല ചേച്ചി ആദ്യമേ ചേച്ചി പറഞ്ഞിട്ട് കേട്ടാ മതി ചേച്ചിട്ട് പറഞ്ഞല്ലോ വേണ്ട അവനെ നോക്കണ്ടാന്ന് ഞാൻ ശരിയാവും വിചാരിച്ചിട്ട് നിനക്ക് ഒരുപാടില്ല നീ കല്യാണം കഴിച്ച 6 മാസം മുമ്പ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതന്നെ നിന്റെ കാന്തി എന്തൊക്കെയോ കാണിക്കുന്നത് തല്ലുമോ വെക്കണോ എനിക്ക് ഒരു കൊലവും വിവരവും ഇല്ല. എന്തൊക്കെ എന്റെ അമ്മേനെ അച്ഛൻ തല്ലണ മാതിരി ഉണ്ട് ചക്കപ്പായസം ഒക്കെ ചോദിച്ചിട്ട് തല്ലണ മാതിരി ഉണ്ട് എനിക്ക് ഇതൊക്കെ ഒരു റീസൺ ആണ് നിനക്ക് ചക്കപ്പായസം അപ്പോ ഒരു കാര്യം നീ ഒന്നുമില്ലാതെ നീ എന്തിനൊക്കെ കാണിക്കുന്നത്? അപ്പൊ നീ എന്തെങ്കിലും ചെറുതായി കണ്ട് നിനക്ക് കൊല്ലുവോ നിന്നെ ചിരിക്കുന്നു എന്താണ് പണക്കാരൻ മതിയാക്കാം എല്ലാവരും ആള് കൊണ്ടായിരിക്കും അവിടെ കാണുന്നില്ല. Guys, അപ്പൊ പ്രാങ്ക് കുറച്ചു നേരം കൂടെ പിടിച്ചു വെക്കായിരുന്നു നമ്മ ഇത് പിടിച്ചതൊക്കെ ലാസ്റ്റ് വലിയ കണ്ടന്റ് ഒന്നുമില്ല കാരണം ചക്കപ്പായസത്തിന് വേണ്ടിട്ടൊക്കെ പക്ഷെ അമ്മക്കില്ലേ അമ്മനെ പിടിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 മണിക്കൂർ മെഗാ സീരിയൽ പോലെ വേണമെങ്കിൽ എനിക്ക് ഓടിക്കാം പക്ഷേ ശരിക്കും അമ്മ വിചാരിച്ചു ചക്കപ്പായസത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇവത്തെ സൈക്കോ ഇത് എന്താ ഇങ്ങനെ ശരി ഗൈസ് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അടുത്ത വീഡിയോ കാണാനായിട്ട്